പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ രാത്രി വേളയിൽ കർത്താവിന്റെ വചനം കേൾക്കുവാൻ, പഠിക്കുവാൻ വളരെ താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന ഇവയിലും പുറത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവവചനത്തിന് മുമ്പാകെ നാം ചെലവഴിക്കുന്നതായ ഈവൻ എ സെക്കൻഡ് പോലും അതിന് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മാവിന് ജീവൻ പ്രാപിപ്പാനായി കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിന്റെ തന്നെ തുടർമാനമായിട്ടുള്ളതായ ഭാഗത്തേക്ക് കടന്നു വരുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച് നിർത്തിയതായ വേദഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ് നാം ചിന്തിച്ച് നിർത്തിയത്. ആദമിന് ശേഷം ആദമിൽ നിന്ന് പുറപ്പെട്ടതായ 2 ജനറേഷൻസിനെ നമുക്ക് പരിചയപ്പെടുവാനായിട്ടിടയായി. ദ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് കയീന്റെ പിൻഗാമികളാണ്. രണ്ടാമത് ഹാബേല് കൊല്ലപ്പെട്ടതിനു ശേഷം യഹോവയായ ദൈവം ഒരു മകനെ ആദമിന് നൽകുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. കൊല്ലപ്പെട്ടു പോയത് അല്ലെങ്കിൽ മരിച്ച ഹാബേലിന് പകരമായി എനിക്കൊരു മകനെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന പേരിടുവാനായിട്ടിടയായി. അപ്പൊ ഷേത്തിൽ നിന്ന് പുറപ്പെട്ടതായ ഒരു തലമുറയും കയീനിൽ നിന്ന് പുറപ്പെട്ടതായ പാരലൽ ജനറേഷനും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവ തമ്മിലുള്ളതായ വ്യത്യാസം നമ്മൾ ചിന്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോ ലാമക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ഒരു പുതിയ സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് ലോകം കടന്നു വരികയാണ്, ഭൂമി കടന്നു വരികയാണ്. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. അപ്പൊ നോഹ എന്ന വാക്കിന്റെ അർത്ഥം കംഫർട്ടർ എന്ന, ആശ്വാസദായകൻ. ദൈവം ശപിച്ചതായ ഭൂമിയിൽ എല്ലാവരും ആ ശാപത്തിന് വിധേയരായിരിക്കുമ്പോൾ ശാപത്തിൽ നിന്ന് വിമുക്തി നേടുവാനല്ല, പിന്നെയോ അതിന്റെ മധ്യത്തിൽ ഒരാശ്വാസമായി തീരുവാൻ ദൈവം ലാമക്കിന് ഒരു മകനെ കൊടുക്കുവാനായിട്ടിടയായി. ആ മകന്റെ പേരാണ് നോഹ എന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. 5-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കുമ്പോ നോഹയെ ജനിപ്പിച്ച ശേഷം ലാമക്ക് 595 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതമാണ് നോഹയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിനു മുമ്പ് 7-ാം തലമുറക്കാരനായ ഹാനോക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കേണ്ടതിന് അടുത്ത ഒരു ജനറേഷന് ജന്മം കൊടുക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ് ദൈവം മനുഷ്യനെ കണ്ടിരിക്കുമ്പോ അത് ദൈവമുമ്പാകെ ദൈവത്തോട് കൂടെ നടക്കുന്നതിന് ഒരു തടസ്സമല്ല എന്നാണ് നമുക്ക് ഹാനോക്കിന്റെ ജീവിതവും, അതായത് ഷേത്തിന്റെ വംശപാരമ്പര്യത്തിൽ പെടുന്നതായ ഹാനോക്കിന്റെ ജീവിതവും ഷേത്തിന്റെ 10-ാം തലമുറക്കാരനായ നോഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഇൻഫാക്ട് നാം ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്നതായ കുടുംബജീവിതമാണ്. ആ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ഏതെല്ലാം രീതിയിൽ കടംപെട്ടിരിക്കുന്നുവോ അത് നിവർത്തിക്കുവാൻ രണ്ടുപേരും ബാധ്യസ്ഥരാണ്.
അങ്ങനെ അത് നിവർത്തിക്കുന്നതിൽ നിന്ന് ദൈവവചനം ഒരിക്കലും വിലക്കുന്നില്ല. അത് വിശുദ്ധ ജീവിതത്തിന് തടസ്സവുമല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. പലപ്പോഴും ഇത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് കൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വളരെ അകന്നു പോകുന്നതായ സമൂഹത്തെ, ക്രിസ്ത്യൻ സമൂഹത്തെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അന്ത്യകാലത്ത് ആത്മാവിൽ ചൂടുപിടിച്ചവരായി അവർ വിവാഹം വിലക്കുന്ന ഒരു കൂട്ടർ, കുടുംബജീവിതം വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായ ഒരു കൂട്ടർ. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിക്ക് വളരെ ഓപ്പോസിറ്റ് ആണ്. അത് ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകുന്നതായ കാര്യവുമല്ല. 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വായിക്കുമ്പോ, ലാമക്കിന്റെ ആയുഷ്കാലം ആകെ 777 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ലാമക്ക് 9-ാം തലമുറക്കാരനാണ്. ആദം മുതൽ 9-ാമത്തെ തലമുറ എന്ന് പറയുന്നത് ലാമക്കാണ്. ലാമക്കിന്റെ പിന്നെ അവൻ മരിച്ചു. ലാമക്ക് 777 years ഉണ്ടായി. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം നോഹ ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. അപ്പോ നോഹയ്ക്ക് 3 പുത്രന്മാർ ഉണ്ടായതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് പോയ തലമുറയിൽ എഴുതിയിരിക്കുമ്പോ പുത്രന്മാരെത്ര പുത്രിമാരെത്ര എന്ന് പറയുവാൻ കഴിയാതിരുന്നതായ സന്ദർഭത്തിൽ ദൈവത്തോട് കൂടെ നടന്നതായ നോഹയുടെ തലമുറ ക്ലിപ്തപ്പെടുത്തുവാനായിട്ട് ദൈവം പദ്ധതിയിട്ടു. അപ്പോ ദൈവത്തിൻ്റെതായിട്ടുള്ള ആലോചനയുണ്ട്, ദൈവത്തിൻ്റെതായ പദ്ധതിയുണ്ട്. ലാമക പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. എത്ര പുത്രന്മാരെന്നോ എത്ര പുത്രിമാരെന്നോ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ലാമക്കിന്റെ അപ്പനും അതുപോലെ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് കാണുന്നു. അപ്പോ അവിടെയും ക്ലിപ്തമായ ഒരു സംഖ്യ അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ നോഹയുടെ കാര്യത്തിലേക്ക് വരുമ്പോ, ദൈവം ശപിച്ചതായ ഭൂമിയിൽ അവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് ആശ്വാസദായകൻ എന്നുള്ളതായ രീതിയിൽ യഹോവയായ ദൈവം പ്രത്യേകമായി കണ്ട് അവന് പേരിട്ടപ്പോ അവന്റെ തലമുറയുടെ നമ്പേഴ്സ് കുറയുവാനായിട്ടിടയായിട്ട് തീർന്നു. അപ്പൊ ശ്രദ്ധിക്കണമേ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ലഭിക്കുന്നതായ അനുഗ്രഹത്തിന്റെ അളവല്ല ദൈവത്തോട് കൂടെ നടക്കുന്നതിനുള്ളതായ മുഖാന്തരമായി തീരുന്നത്. എന്തുകൊണ്ടാണ് നോഹയുടെ സന്തതി കുറയുവാൻ കാരണം? ആ തലമുറയിൽ ശ്രദ്ധിക്കണമേ, നോഹയുടെ തലമുറ വഷളത്വം നിറഞ്ഞതായ തലമുറയായി മാറ്റപ്പെട്ടു. അവിടെ പ്രൈസ് ദി ലോർഡ് തനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത, തന്റെ കൺട്രോളിങ്ങിൽ നിൽക്കുവാൻ കഴിയാത്തതായ തലമുറ ഉണ്ടായാൽ ആ കുടുംബവും വഷളാകും. അപ്പൊ ദൈവം നമുക്ക് നന്മകളെ റിസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ, നാം ഉദ്ദേശിക്കുന്നതായ രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതായ രീതിയിൽ നമുക്ക് ലഭിക്കാതിരിക്കുമ്പോ നാം ഒരിക്കലും ദൈവത്തെ കുറ്റം പറയുകയോ നിരാശപ്പെടുകയോ ചെയ്യുവാൻ പാടില്ല. ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ, തലമുറകളിൽ ഇന്നിന്റെ കാലത്ത് കാണുന്ന ഒരു വലിയ വിഷയമാണ് എന്താണെന്നറിയാമോ? ഡിസപ്പോയിന്റ്മെന്റ്. അതുമൂലം വരുന്നതായ മെന്റൽ ഡിപ്രഷൻ. മെന്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് മനസ്സിന്റെ തലങ്ങളിൽ രൂപപ്പെടുന്നതായ സാത്താന്യമായിരിക്കുന്നതായ ഒരു ക്രിയയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ ഉദ്ദേശം മനസ്സിലാക്കുവാൻ കഴിയാതെ, നമ്മെക്കുറിച്ചുള്ളതായ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കുവാൻ കഴിയാതെ, ദൈവം നമ്മുടെ മേൽ പകരുന്നതായ അനുഗ്രഹത്തിന്റെ അളവ് ഇത്രയാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ, നമുക്ക് ആഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോ, നമ്മുടെ ഹൃദയത്തിന്റെ ലസ്റ്റ് വർദ്ധിക്കുമ്പോ, ജഡത്തിന്റെ മോഹം വർദ്ധിക്കുമ്പോ, അത് കിട്ടാതെ വരുമ്പോ മനസ്സ് ഭാരപ്പെടുവാനിടയാകും. പോയ തലമുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അവരുടെ ആ മെന്റൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തോൽവിയെയും ജയത്തെയും ഒരുപോലെ കാണുവാൻ കഴിയുന്ന ഒരു തലമുറയാണ് പോയ തലമുറ. അതായത് ഞങ്ങളുടെ തലമുറ എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, തോൽവിയാണെങ്കിലും ജയമാണെങ്കിലും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുവാൻ, പ്രൈസ് ദി ലോർഡ്,
അത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതായ ഒരു ജീവിത രീതിയാണ് ആ പോയ തലമുറയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വീട്ടിൽ കൂടെ പഠിക്കുന്നതായ വിദ്യാർത്ഥിക്കോ വിദ്യാർത്ഥിനിക്കോ ഹയസ്റ്റ് മാർക്ക് കിട്ടുമ്പോ ഒരിക്കലും അവനത്രയും മാർക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് അതിന്റെ ബേസിൽ അത് നിർബന്ധിക്കുവാനോ അവൻ പോകുന്നതായ ആ പാതയെ പിന്തുടർന്നു പോകുവാനോ കഴിഞ്ഞ തലമുറയിലെ മാതാപിതാക്കൾ നിർബന്ധിച്ചിരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ജയവും തോൽവിയുമുണ്ട്. ഉയർച്ച താഴ്ചകളുടെ സങ്കരമാണ്, മിക്സാണ് വിജയകരമായ ജീവിതം എന്ന് പറയുന്നത്. അതിൽ തോൽവി അക്സെപ്റ്റ് ചെയ്യുവാൻ നാം തയ്യാറായില്ല എങ്കിൽ ലഭിക്കുന്നതായ ജയത്തിൽ ഒരിക്കലും തൃപ്തി വരുവാൻ സാധ്യത കുറവാണ്. എപ്പോഴും അതൃപ്തിയുള്ളതായ ഒരു ഹൃദയത്തിന്റെ നിലവാരത്തിലേക്ക്, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ജനം മാറുവാനായിട്ടിടയാകും. നോക്കൂ, ഇപ്പൊ തലമുറയെ നോക്കൂ, എവിടെ നോക്കിയാലും അതൃപ്തിയാണ്. ചെയ്യുന്നതൊന്നും പോരാ എന്ന് തോന്നുന്നതായ, ലഭിക്കുന്നതൊന്നും മതിയാകുന്നില്ല എന്ന് തോന്നുന്നതായ ഒരു വലിയ സിറ്റുവേഷനിലാണ് ഇന്നത്തെ ജനറേഷൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നതായ മാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾ നിർബന്ധിക്കുന്നതായ ആ പൊസിഷനിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൽ നിരാശ വന്ന്, ജീവിതത്തിൽ ഡിപ്രഷൻ വന്ന് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ക്രിസ്ത്യൻ കുടുംബത്തിൽ ഒരിക്കലും അത് വരുവാൻ പാടില്ല. നമ്മുടെ തലമുറകളെ ജയവും തോൽവിയും ഈക്വലായിട്ട് അക്സെപ്റ്റ് ചെയ്യുവാൻ അവരെ പഠിപ്പിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ജയം വരുമ്പോ അവർക്ക് ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ ഓവർ പ്രോത്സാഹനമോ കൊടുക്കാതെ, തോൽവി സംഭവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു നിരാശ കൊടുക്കാതെ അവരെ എൻകറേജ് ചെയ്യുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാനസിക തലത്തിലേക്ക് ക്രിസ്ത്യൻ കുടുംബങ്ങൾ എത്തിയെങ്കിലേ മതിയാകുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരിക്കലും ചിന്തിക്കുന്നത് പോലെയോ ആഗ്രഹിക്കുന്നത് പോലെയോ ലഭിക്കാത്ത ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് വേണമെന്ന് പറയുമ്പോ മാതാപിതാക്കൾക്ക് അത് കൊടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഏതെങ്കിലും രീതിയിൽ അതിപ്പോ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, വയലന്റ് ആകുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. അതാണ് പല യൗവനക്കാരുടെയും ജീവൻ എടുക്കുവാൻ കാരണമായി തീരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രൈസ് ദി ലോർഡ്, ദൈവം ഒരു കുടുംബത്തിന് നൽകുന്നതായ വർധനമായാലും, പ്രൈസ് ദി ലോർഡ്, അതിന്റെ ഞെരുക്കമായാലും ദൈവത്തിന് അതിനൊരു പദ്ധതിയുണ്ട്. നോഹയ്ക്ക് 3 പുത്രന്മാരാണ് ജനിച്ചത്. ആരൊക്കെയാണ് നോഹയ്ക്ക് ജനിച്ച 3 പുത്രന്മാരുടെ കാര്യം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഷേമിനെയും ഹാമിനെയും യാഫത്തിനെയും ജനിപ്പിച്ചു. 5-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യമാണ്. അപ്പോ ഒരു തലമുറയിലേക്ക് അവരെത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അടുത്ത ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു തലമുറയിലേക്ക് അവർ ആ എൻ പോയിന്റിൽ എത്തുവാനായിട്ട് ഇടയായി. ഇനി നമുക്ക് ആ തലമുറയിലേക്ക് ഒന്ന് പുറകോട്ടൊന്ന് കണ്ണോടിക്കാം. ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് വായിച്ചു പോകുന്നത്. ഹാനോക്ക് ഇൻ കയീൻ built his own city and worldly life. ഹാനോക്ക് ഇൻ Seth walked with God. കയീന്റെ തലമുറയിൽ രണ്ടാമനായിരുന്നതായ ഹാനോക്ക് അവന്റെ നാമത്തിന് അല്ലെങ്കിൽ അവന്റെ പേരിൽ എന്ത് ചെയ്തു? ഒരു പട്ടണം പണിത് തന്റെ പേര് വലുതാക്കിയപ്പോ 7-ാം തലമുറക്കാരൻ, ഷേത്തിന്റെ തലമുറയിൽ 7-ാം തലമുറക്കാരനായ ഹാനോക്കിന്റെ ആത്മീയ പൊസിഷൻ എന്താ നോക്കിക്കേ. അവൻ ദൈവത്തോട് കൂടെ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഏത് തലമുറയിൽപ്പെട്ടവരാണ്? നാം നിശ്ചയമായും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തലമുറയിലെ അംഗമായിരിക്കണം. മറ്റവർ അല്ലെങ്കിൽ കയീന്റെ തലമുറ ഏത് രീതിയിൽ പോയോ, അവർ പട്ടണം പണിയുകയോ അവർ അവരുടെ പേരുണ്ടാക്കുകയോ പേര് വിസ്താരപ്പെടുത്തുകയോ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ നടക്കുമെന്നുള്ളതായ ഹൃദയത്തിലൊരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനത്തെ ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നോക്കിയേ, ലാമെക്ക് ഇൻ കയീൻ 2 wives and possess a sword. ലാമെക്ക് ഇൻ Seth gave birth to Noah.
കയീന്റെ തലമുറയിലെ ലാമക്ക് എന്ന് പറയുന്നതായ വ്യക്തി, അവന് 2 ഭാര്യമാരുണ്ടായി. മാത്രമല്ല അവന് പ്രതികാര ചിന്തയോടെ വാള് കയ്യിലെടുക്കുവാനിടയായി. കൊലപാതകം അവന്റെ കാര്യസാധ്യത്തിന്റെ മുഖാന്തരമായി തീർന്നു. എന്ന് പറഞ്ഞാൽ പാപത്താൽ കാര്യങ്ങൾ നേടുന്നതിനുള്ളതായ വലിയ ഒരു പ്രവണത ലാമക്കിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയും കാര്യം സാധിക്കണം. ആരുടെ പോക്കറ്റ് കീറിയാലും കുഴപ്പമില്ല, ആരെ ചതിച്ചാൽ കുഴപ്പമില്ല, എനിക്ക് എന്റെ കാര്യം നേടണമെന്ന് ലോകജനം മാത്രമല്ല ആത്മീയ തലത്തിലുള്ളതായ ആത്മീയരും ചിന്തിക്കുന്നതായ ഒരു കാലയളവിലാണ് നാം ആയിരിക്കുന്നത്. എങ്ങനെയും എന്റെ പൊസിഷൻ റെഡിയാക്കണം, എങ്ങനെയും എനിക്ക് 10 കാശ് കിട്ടണം, എങ്ങനെയും എന്റെ കാര്യം എന്നെ 10 പേര് അറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവഹിതമല്ലാത്തതും ദൈവഹിതമായതുമായതിനെ മിക്സ് ചെയ്ത് വഴിവിട്ടു പോകുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്, എത്ര ചെയ്യുന്നു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്യുന്നു എന്നും എന്ത് ചെയ്യുന്നു എന്നും അതിന്റെ ഉദ്ദേശശുദ്ധി എന്ത് എന്നും ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതിഫലം ലഭിക്കുവാൻ യോഗ്യമായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുവാനിടയാക്കണം. പ്രൈസ് ദി ലോർഡ്. ലാമക്ക് കയീന്റെ തലമുറയിൽപ്പെട്ടതായ ലാമക്ക് എന്താ ചെയ്തത്? 2 ഭാര്യമാരെ എടുത്തു. ആദ എന്നും സില്ല എന്നും പറയുന്ന 2 ഭാര്യമാരെ എടുത്തിട്ട് ബഹുഭാര്യത്വം നടപ്പിലാക്കി അവന്റെ കാര്യം നേടുവാനായിട്ട് അവൻ വാളും കയ്യിലെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ തലമുറ എന്താ സംഭവിച്ചത് നമുക്ക് കഴിഞ്ഞ ക്ലാസ് ചിന്തിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്നാൽ ശേത്തിന്റെ തലമുറയിലേക്ക് നോക്കുമ്പോ ലാമക്ക് എന്താ ചെയ്തത്? ലാമക്ക് ഒരു മകന് ജന്മം കൊടുത്തു. എന്താണ്? ആർക്കാണ് ജന്മം കൊടുത്തത്? പ്രൈസ് ദി ലോർഡ്. ദൈവം ശമിച്ചതായ ഈ ഭൂമിയിൽ മൊത്തത്തിലുള്ളതായ ജനത്തിന് ഇവനൊരു ആശ്വാസദായകനായിരിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. അല്ലെങ്കിൽ ആ ഭവനത്തിൽ നിന്ന് ലാമക്ക് ശേത്തിന്റെ പിൻതലമുറക്കാരനായ 9ാം തലമുറക്കാരനായ ലാമക്കിൽ നിന്ന് ആശ്വാസം പുറത്തു വരികയാണ്. ഇതൊക്കെ ആത്മീയ ദൂതുകളാണ് കേട്ടോ. നമ്മെ ദൈവമാക്കി തന്നിരിക്കുന്നതായ നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ സോഷ്യൽ ലൈഫിൽ നിന്ന്, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ സാമ്പത്തിക ഭദ്രതകളിൽ നിന്ന്, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ജ്ഞാനമായാലും ഭൗതിക ജോലിയായാലും ആത്മീക ശുശ്രൂഷയായാലും അതെന്തായിരിക്കണം? മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഡെഫിനിഷൻ വേറെ ഉണ്ട് കേട്ടോ, പക്ഷേ അതിന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ആശ്വാസം എന്നുള്ളതായ പദത്തിന്റെ വിശാലമായ ഒരു അർത്ഥവ്യാപ്തിയുണ്ട്. അത് പഠിക്കുമ്പോഴാണ് ഏതു തരത്തിലുള്ളതായ ആശ്വാസം എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പോകട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഹല്ലേലൂയ. Every generation has its own appointed time, but to check what we are giving to the next generation in connection with the Lord, with our Lord, they are all consider themselves as pilgrims in the world, and after they leave, they died in great hope. അത് പോയ കാലത്തെ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യമാണ്. Every generation has its own appointed time. ഓരോ തലമുറയ്ക്കും നിയമിക്കപ്പെട്ടതായ കാര്യങ്ങളുണ്ട്. ആ തലമുറ ആ നിയമിക്കപ്പെട്ടതായ കാര്യം ചെയ്തില്ല എങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് ഭംഗം നേരിടുവാനായിട്ടിടയായിട്ട് തീരും. അതുകൊണ്ട് നാം വരുന്ന തലമുറയ്ക്ക് ദൈവവിഷയമായി എന്താണ് സംഭാവന ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓരോ കുടുംബവും ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ചിന്ത, നാം എന്തായാലും കഴിഞ്ഞ തലമുറയിൽ നമ്മൾ കഷ്ടപ്പെട്ടു, പട്ടിണി കിടന്നു, ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചു. എന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും അങ്ങനെ അനുഭവിക്കാൻ പാടില്ല, ഒരു സുഖസമൃദ്ധിയുടെ മടിത്തട്ടിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ചോരും നീരും വേർപ്പും മുടക്കി അവരെ സുഖസമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ നാം ബന്ധപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മാതാപിതാക്കൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നെങ്കിൽ നാം ഒരിക്കലും ദൈവസന്നിധിയിൽ എത്തുകയില്ലായിരുന്നു. നാം ദൈവത്തെ അറിയുവാനും ദൈവസന്നിധാനത്തിൽ നിൽക്കുവാനും നമ്മെ പ്രാപ്തരാക്കിയത്
ഇല്ലായ്മയിൽ കരം പിടിച്ചു നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം, മക്കൾ ചോദിക്കുന്നതെല്ലാം ഇടംബലം നോക്കാതെ കൊടുക്കണമെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിങ്കലുള്ളതായ ആശ്രയം അവരെ കൊണ്ട് വർദ്ധിപ്പിച്ച് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞെരുക്കവും കഷ്ടവും പ്രയാസവും ഈ ജീവിതത്തിൽ ഉണ്ട് എന്ന് തലമുറകളെ നാം ബോധ്യമാക്കണം. അതാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെയും അനുഗ്രഹത്തിന്റെയും അടിസ്ഥാനമെന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് പിതാക്കന്മാർ എന്താ ചെയ്തത്? പിതാക്കന്മാർ പ്രൈസ് ദി ലോർഡ്, അവര് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പിൽഗ്രിംസ് ആണെന്നുള്ളതായ രീതിയിൽ അവർക്ക് പെരുമാറാൻ കഴിഞ്ഞു. ഈ ലോകത്തിൽ ഒന്നും അവർക്ക് സ്വന്തമായിട്ടില്ല. അവർ കൂടാരവാസികളായി ദേശത്തു നിന്ന് ദേശത്തേക്ക് യാത്ര ചെയ്യുന്നതായ തീർത്ഥാടകരെ പോലെ വാണ്ടറിങ് അല്ലെങ്കിൽ ഈ ലോകത്തിൽ അലഞ്ഞു തിരിയുന്നതായ ഒരു കൂട്ടം ആൾക്കാരെ പോലെ അബ്രഹാം മുതൽ ആയിത്തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടി ഒരു ചാർട്ട് ഞാൻ കാണിക്കുകയാണ്. ഇതെല്ലാവരും കാണണമെന്ന് എനിക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. വേദപുസ്തകം ആഴമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ആ ചാർട്ടിൽ കൂടി ഒന്ന് പോകുന്നത് നല്ലതാണ്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം വിശദീകരിക്കാം. എല്ലാം ഒന്നും വിശദീകരിക്കുവാനായിട്ട് എന്റെ മുമ്പിൽ സമയമില്ല. അതായത് ആദം മുതൽ നോഹ വരെയുള്ളതായ തലമുറയും അവർ ജീവിച്ചിരുന്നതായ കാലഘട്ടവും പ്രൈസ് ദി ലോർഡ് അവർ മരിച്ചതായ വർഷവും എന്നാണ് ആ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആദം, ഒന്നാമത്തെ വ്യക്തി ആദം. ആദമിന് 130 വയസ്സായപ്പോ ആദം എന്ത് ചെയ്തു? ആദ്യത്തെ മകന് ജന്മം കൊടുത്തു. വേദപുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ്? ആ ജന്മം കൊടുത്തതിന് ശേഷം, ശേത്തിനെ ജനിപ്പിച്ചതിന് ശേഷം അവൻ 800 സംവത്സരം ജീവിച്ചിരുന്നു. 800 സംവത്സരം ജീവിച്ചിരുന്നിട്ട് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ച് അവന്റെ ആയുഷ്കാലം 930 വയസ്സിൽ അവൻ മരിച്ചു. അപ്പോ ക്രിയേഷൻ മുതൽ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ കാണുന്ന ആ ദൈവത്തിന്റെ ക്രിയേഷൻ മുതൽ 930 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോ ആദം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒന്നാമത്തെ തലമുറ അവരുടെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ തലമുറ ആദമിന്റെ പുത്രനായ ശേത്ത്. ശേത്തിന് 105 വയസ്സായപ്പോ അവൻ എന്ത് ചെയ്തു? തന്റെ ആദ്യത്തെ പുത്രനായ ഏനോശിനെ ജനിപ്പിച്ചു. അപ്പൊ അവൻ എത്ര വയസ്സായിരുന്നു? അവന് 105 വയസ്സായിരുന്നു. ഏനോശിനെ ജനിപ്പിച്ചിട്ട് അവൻ 870 സംവത്സരം ജീവിച്ചിരുന്നു. അപ്പൊ അവന്റെ ആയുഷ്കാലം എത്രയായിരുന്നു? അവന്റെ ആയുഷ്കാലം 870 പ്ലസ് 105. അവന്റെ ആയുഷ്കാലം എന്ന് പറയുന്നത് 975 സംവത്സരം. അവൻ എപ്പോഴാ മരിച്ചത്? ക്രിയേഷൻ മുതൽ 1042 വർഷം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ തലമുറയിലെ ഏനോസ് 1042 ആയപ്പോ രണ്ടാമത്തെ തലമുറയായ ശേത്ത് മരിക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ശേത്തിന്റെ മകനായ ഏനോസിന് 90 വയസ്സായപ്പോ അവൻ എന്ത് ചെയ്തു? കനാനെ ജനിപ്പിച്ചു. കനാനെ ജനിപ്പിച്ചിട്ട് അവൻ 815 വർഷം ജീവിച്ചിരുന്നു. ആ 815 വർഷം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ച് വലിയൊരു കുടുംബം അവൻ സ്ഥാപിച്ചതിന് ശേഷം പ്രൈസ് ദി ലോർഡ് അവന് 905 വയസ്സായപ്പോ അവൻ മരിച്ചു. അപ്പൊ ക്രിയേഷൻ മുതൽ എത്ര വർഷമായി? 1140 ആയപ്പോ മൂന്നാമത്തെ തലമുറയായ ഏനോശ് മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് യൂട്യൂബിൽ ഈ ചാർട്ട് കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തു വെച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആ തലമുറയെ കുറിച്ചുള്ളതായ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടുവാനായിട്ടിടയാകും. ഇനി നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്. യാരദിന്റെ മകനായ ഏനോക്കിലേക്ക് വരാം. ഏനോക്ക് എന്ന് പറയുന്നത്
നമ്മുടെ ഹാനോക്കാണ്. യാരദിന്റെ മകനായ ഹാനോക്ക്. ഹാനോക്കിന് 65 വയസ്സായപ്പോ അവൻ ആദ്യത്തെ പുത്രനെ ജനിപ്പിച്ചു. ആദ്യത്തെ പുത്രന് ജന്മം കൊടുത്തതിന് ശേഷം 300 വർഷം അവൻ യഹോവയോട് കൂടെ നടന്നു എന്നാണ് നമുക്ക് 5-ാം അധ്യായത്തിൽ വായിപ്പാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? 300 വർഷം. നോക്കിക്കേ, ആ ഒരു കോളം നമ്മൾ നോക്കിയാൽ 300 എന്ന് പറയുന്നതായ സംഖ്യ ഒരു ചെറിയ സംഖ്യയാണ്. 800 മുതൽ താഴോട്ട് വരുമ്പോ 300 എന്ന് പറയുന്നതായ സംഖ്യയോ അതിന്റെ അടുത്തോ ആരും എത്തുന്നില്ല. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാനോക്കിന്റെ ആയുസ് കുറയുകയാണ്. എത്ര മൊത്തത്തിലുള്ള ആയുസ്? 65-ാമത്തെ വയസ്സിൽ അവൻ ആദ്യത്തെ പുത്രന് ജന്മം കൊടുത്തു. ആദ്യത്തെ പുത്രനെ ജനിപ്പിച്ചതിന് ശേഷം 300 വർഷം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. 300 വർഷം കഴിഞ്ഞപ്പോ യഹോവ അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നേ, യഹോവ അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പോ ഹാനോക്കിന്റെ ആയുസ് എന്ന് പറയുന്നത് 365 വർഷമാണ്. ഹാനോക്ക് മറ്റാരും ചെയ്യാത്തതായ ഒരു വലിയ കാര്യം ചെയ്തു. എന്താ ഹാനോക്ക് ചെയ്തത്? അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നു. മാനുഷിക ബുദ്ധിയിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ആയുസ് കൂടുകയാണോ വേണ്ടിയത്? ആയുസ് കുറയുകയാണോ വേണ്ടിയത്? നമ്മുടെ വ്യൂവിൽ, നമ്മുടെ ചിന്തയിൽ ആദം ജീവിച്ചിരുന്നതിനേക്കാൾ, മെഥൂശലേഹ് ജീവിച്ചിരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നത് മെഥൂശലേഹാണ്. മെഥൂശലേഹ് ജീവിച്ചിരുന്നതിനേക്കാൾ മറ്റ് ആരും ജീവിച്ചിരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജീവിക്കേണ്ടത് ആരായിരുന്നു? ഹാനോക്കായിരുന്നു. കാരണം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന്റെ ആയുസ് ശ്രദ്ധിച്ചോ, എല്ലാവരുടെ ആയുസിനേക്കാളും കുറവാണ്. പ്രൈസ് ദി ലോർഡ്. എന്തോ മനസ്സിലായി? ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് കൂടെ നടക്കുമ്പോ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ കഴിയത്തില്ല. KFC-യോ പിസയോ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലോ ചിലപ്പോൾ കയറുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതായ കാര്യങ്ങൾക്കകത്ത് ഒന്നും ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അതുകൊണ്ട് തന്നെ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ജീവിതത്തിന്റെ പല ആഡംബരങ്ങളും പല വിഷയങ്ങളും കട്ട് ചെയ്ത് പ്രൈസ് ദി ലോർഡ് നാം ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കേണ്ടതായി വരും. അത് ഈ ലോകത്തിൽ കഷ്ടത വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട്, ആരോഗ്യം കുറയ്ക്കുവാൻ സാധ്യതയുണ്ട്, രോഗം വരുവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചിന്ത, നാം ദൈവസന്നിധാനത്തിൽ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കർത്താവ് രോഗത്തിന് ഭേദം വരുത്തി നമ്മെ ഉടനെ സൗഖ്യമാക്കുമെന്നുള്ളതായ ഒരു മിഥ്യാധാരണയുണ്ട്. ആ മിഥ്യാധാരണ ഒരിക്കലും നമുക്കുണ്ടാകരുത്. വേദപുസ്തകത്തിൽ നിന്ന് ഒന്നിലധികം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്തിന്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ തന്നെ ശ്രദ്ധിച്ച് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വായിക്കുമ്പോ അവന് ബെസലപുത്രനായും രോഗം ശീലിച്ചവനായും ഇരുന്നു എന്ന വായിക്കുന്നത്. തന്റെ അടുക്കലേക്ക് വന്നതായ എല്ലാ രോഗികളെയും സൗഖ്യമാക്കി, ഏത് തീരാരോഗത്തെയും എടുത്തു കളഞ്ഞ്, കുഷ്ഠരോഗമാണെങ്കിൽ അത്, രക്തസ്രാവമാണെങ്കിൽ അത്, അന്ധതയാണെങ്കിൽ അത്, ഏത് വിഷയമാണെങ്കിലും ഒരൊറ്റ വാക്കിന് മുമ്പിൽ സൗഖ്യമാക്കുവാൻ കഴിവുള്ള കർത്താവ് താൻ രോഗം ശീലിച്ചവനായിരുന്നു എന്ന് വായിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. സ്തോത്രം. പുതിയ നിയമത്തിലെ രോഗശാന്തി എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക മാനദണ്ഡമുണ്ട് എന്ന് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന വേദപുസ്തകത്തിന്റെ ടീച്ചിങ് ആണത്. പൗലോസ് തന്റെ വിയർപ്പ് തുടയ്ക്കുന്നതായ ടവൽ താൻ അന്തരീക്ഷത്തിൽ വീശി കാണിച്ചാൽ ആ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് സമുദ്രത്തിൽ ഇരിക്കുന്നതായ ആൾക്കാർ പടവിടെ സൗഖ്യമാകും.
ആ വേർപ്പ് തുടയ്ക്കുന്നതായ ഉറുമാൽ ആരുടെയെങ്കിലും ശരീരത്തിലിട്ടാൽ അവൻ ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമാണ്. പക്ഷേ അങ്ങനെ സൗഖ്യം കൊടുക്കുന്നതായ പൗലോസിന്റെ ജീവിതത്തിൽ താൻ ശുശ്രൂഷയ്ക്ക് പോകുവാനും ശുശ്രൂഷിപ്പാനും യാത്ര ചെയ്യുവാനും കർത്താവിന്റെ വേല സ്വതന്ത്രമായി ചെയ്യുവാനും തടസ്സമുണ്ടാകത്തക്കതായ വിധത്തിൽ ശാരീരികമായ ക്ലേശത്താൽ അവൻ വല്ലാതെ വലഞ്ഞ കൂട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അവന് ദീർഘകാലം വസിക്കാൻ ജീവിക്കാൻ വേണ്ടി അല്ല രോഗശാന്തിക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചത്. പൗലോസ് പ്രാർത്ഥിച്ചതിന്റെ ഉദ്ദേശം പ്രൈസ് ദി ലോർഡ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം, എങ്കിലും ജഡത്തിന്റെ കഷ്ടത നിമിത്തം നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു. കാരണം എന്റെ പ്രസൻസ് നിങ്ങളെ ആത്മീയത്തിൽ ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ട് ശാരീരിക ക്ലേശത്തോടെ ആയിരിക്കുന്നത് എനിക്ക് സന്തോഷകരമാണ് എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടതായ പൗലോസ് 3 വട്ടം യഹോവയായ ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവേ, ഭൂഖണ്ഡങ്ങൾ താണ്ടി എനിക്ക് പോകേണ്ടതാണ്, ജനത്തിന്റെ മധ്യത്തിൽ ശുശ്രൂഷിക്കേണ്ടതാണ്. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, ജനത്തിന്റെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തടസ്സമായി എന്റെ ഉദരത്തിൽ വല്ലാത്ത പ്രശ്നമുണ്ട്. പ്രൈസ് ദി ലോർഡ്, അത് നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ എന്നെ വല്ലാതെ അലട്ടുകയാണ്, അത് ശുശ്രൂഷയെ നെഗറ്റീവായി ബാധിക്കുകയാണ്. അതുകൊണ്ട് അങ്ങത് സൗഖ്യമാക്കണമേ എന്ന് 3 വട്ടം പൗലോസ് പ്രാർത്ഥിച്ചു. പൗലോസിനോട് പ്രൈസ് ദി ലോർഡ് കർത്താവായ ദൈവം പറഞ്ഞത്, പൗലോസേ, രോഗം മാറുവാനല്ല, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഇവിടെ ഹാനോക്കിലേക്കാണ് നമ്മുടെ ചിന്ത. ഹാനോക്കിന് 65 വയസ്സായപ്പോ അവന് ആദ്യത്തെ പുത്രന് ജന്മം കൊടുത്തു. പിന്നെയുള്ള 300 വർഷം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ നടന്നത് കൊണ്ട് എനിക്കിനി കുടുംബജീവിതവും വേണ്ട, ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, ഞാൻ അങ്ങ് ദേശാന്തരമായിട്ട് അങ്ങ് നടക്കാമെന്നല്ല ഹാനോക്ക് പറഞ്ഞത്. ഹാനോക്ക് എന്ത് ചെയ്തു? ദൈവത്തോട് കൂടെ നടന്ന് തന്റെ കുടുംബജീവിതം വളരെ വിജയകരമായി അത് പര്യവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 365 വയസ്സായപ്പോ കർത്താവ് പറഞ്ഞു, ദൈവം അവനോട് പറഞ്ഞു, മതി ഹാനോക്കെ, മതി, ഇനിയും ഇവിടെ നിന്നത് മതി, നീ ഒരു കാര്യം ചെയ്, എന്നോടൊപ്പം ഇനി പോരെ എന്ന് പറഞ്ഞ് ഹാനോക്കിനെ ദൈവം എടുത്തുകൊള്ളതിനാൽ കാണാതെയായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോ ദൈവത്തോട് കൂടെ നടക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, ശാരീരികമായ സൗഖ്യമോ ഭൗതികമായ നേട്ടമോ അല്ലെങ്കിൽ ആരോഗ്യമോ നമ്മുടെ അവകാശമാണെന്ന് പറഞ്ഞ് അതിനെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, ശ്രദ്ധിക്കണമേ. പ്രാർത്ഥിക്കണ്ട എന്നല്ല, പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യം വളരെ ആവശ്യമാണ്. ശരീരമില്ലെങ്കിൽ ആത്മാവിന് ഇരിക്കാൻ ഇരിപ്പിടമില്ല. നാം ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ മഹത്വത്തെ വർണ്ണിക്കേണ്ടതിന് ജീവനോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ശരീരത്തിന് ആരോഗ്യവും ബലവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവനോട് ഇരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ ശരീരത്തിന് വേണ്ടതായ കാര്യങ്ങൾ നാം ചെയ്യണമെന്നുള്ളത് മസ്റ്റാണ്. പക്ഷേ അതിനായിരിക്കരുത് നാം ആത്മീകം മറന്ന്, ആത്മീകം വിട്ട് അതിനായിരിക്കരുത് നാം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ളതായ ഹല്ലേലൂയ പരിജ്ഞാനം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോ അടുത്ത ഒരു ക്രിട്ടിക്കൽ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. നോഹയ്ക്ക് പ്രൈസ് ദി ലോർഡ് 500 വയസ്സായി. ആശ്വാസദായകൻ എന്ന് പറഞ്ഞ് ജനിച്ചതായ ആ നോഹയ്ക്ക് 500 വയസ്സായി. ഈ 500 വയസ്സിനിടയ്ക്ക് നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായി, ശേം, ഹാം, യാഫത്ത്. ഈ 3 പുത്രന്മാരെ ജന്മം കൊടുത്തിട്ട് 500 വർഷം കഴിഞ്ഞപ്പോ ദൈവം ഭൂമിയെ നോക്കി. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അന്നത്തെ ഭൂമിയുടെ സിറ്റുവേഷൻ നമുക്ക് കാണുവാൻ കഴിയും. ഭൂമി ഭക്ഷണത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് എത്തുവാനായിട്ടിടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു വിശുദ്ധ തലമുറ ഉണ്ടാകുവാനോ മാനവജാതി തന്നെ ശേഷിക്കാതെ വണ്ണം മനുഷ്യകുലത്തെ മുഴുവനും നശിപ്പിച്ച് കളയുവാൻ പിശാച് ഒരു വലിയ പദ്ധതി അതിനിടയ്ക്ക് ഒരുക്കി.
ശ്രദ്ധിക്കണമേ, ഒരു ദൈവമയന്റെ ജീവിതത്തിൽ ദൈവം ഒരു പദ്ധതി രൂപീകരിച്ചാൽ, ഒരു പ്ലാൻ ദൈവമിട്ടാൽ, ആ പ്ലാൻ ഒരിക്കലും രഹസ്യമായിരിക്കുകയില്ല. രഹസ്യമായിരിക്കുന്നതായ കാര്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം രഹസ്യമല്ല. അത് സ്വർഗീയ കൗൺസിലിൽ പരസ്യമായ ചർച്ചയ്ക്ക് വരും. ആ കൗൺസിലിൽ പ്രധാനമായും ഒരു വ്യക്തി ഇരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, സാത്താൻ. ദൈവസന്നിധാനത്തിൽ അവന് പ്രവേശനമുണ്ട്. അപ്പോ ദൈവം ഒരു പദ്ധതി രൂപീകരിച്ചാൽ, ദൈവം ന്യായാധിപനായതുകൊണ്ട്, ദൈവം ന്യായാധിപതിയായതുകൊണ്ട് തന്റെ ന്യായം നിവർത്തിക്കാൻ, തന്റെ നീതി നിവർത്തിക്കാൻ ശത്രുവിനെ മറച്ചവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്റെ ശത്രുവും എതിരാളിയുമായ സാത്താന് അതിനെക്കുറിച്ച് വ്യക്തവും ക്ലിയറുമായ അറിവ് കൊടുക്കും. എന്നിട്ട് അവനെ ആദ്യം പ്രവർത്തിക്കാൻ അങ്ങ് സ്വാതന്ത്ര്യത്തോടെ അങ്ങ് വിടും. അവൻ ചെന്ന് പ്രവർത്തിക്കാനുള്ളതിന്റെ പരമാവധി പ്രവർത്തിച്ച് എല്ലാം അവന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷമാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ജ്ഞാനം അതാണ്. അത് നമുക്ക് പിന്നെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രൈസ് ദി ലോർഡ്. അത് ഈ ബൈബിൾ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യമല്ല. അപ്പോ ദൈവം എന്താ ചെയ്യുന്നത്? ആ പദ്ധതി സ്വർഗീയ കൗൺസിലിൽ പരസ്യപ്പെടുത്തുമ്പോ പിശാച് അത് തടയുവാൻ, ദൈവത്തിന്റെ പദ്ധതി തടയുവാൻ വലിയ കാര്യങ്ങൾ നിശ്ചയിക്കും. ഏദൻ തോട്ടം മുതൽ കയ്യിന്റെ ജീവിതത്തിൽ കൂടെ തുറമാനമായി നമുക്കത് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതാണ് കയ്യിന്റെ വംശപാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഷേത്തിന്റെ വംശപാരമ്പര്യത്തിന് ജസ്റ്റ് ബദലായി മറ്റൊരു ജനറേഷൻ തന്നെ പിശാച് ഒരുക്കുകയാണ്. ഒരേ പേര് കൊടുത്ത്, ഒരേ അർത്ഥം കൊടുത്ത്, തെറ്റിദ്ധരിപ്പിക്കത്തക്കതായ വിധത്തിൽ പിശാച് പാരലായിട്ട് വിഷയമൊരുക്കുവാൻ ദൈവം തടസ്സം നിന്നില്ല. ഹല്ലേലൂയ. ദൈവം പെർമിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ സാത്താന്റെ പ്രവൃത്തികൾ ഒന്നും ബലപ്പെടുകയില്ല. ദൈവം സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവിടുന്ന് സർവത്തെയും അറിയുന്നവനാണ്. എവരിതിങ് ഈസ് അണ്ടർ ഹിസ് കൺട്രോൾ. അപ്പോ ഇവിടെയും അതാ സംഭവിച്ചത്. മനുഷ്യനോട് യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിൽ വർദ്ധിച്ച് പെരുകണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ സ്ത്രീകൾ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ഭാര്യമാരായി എടുത്തു. അങ്ങനെ ദൈവത്തിന്റെ ദൂതന്മാരും പ്രൈസ് ദി ലോർഡ് ആ ഒരു റിലേഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ജനിച്ചവർ ആരായി മാറി? മല്ലന്മാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗണത്തിലേക്ക് മാറി. പ്രൈസ് ദി ലോർഡ്. മല്ലന്മാരെ കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. പക്ഷേ ഇവിടെ മല്ലൻ എന്ന് പറയുന്നതായ പദം എന്ന് പറയുന്നത് നെഫിലിസ് എന്നാണ്. ആ മല്ലൻ എന്ന് പറയുന്ന പദത്തിന് കൊടുത്തിരിക്കുന്നതായ മൂലഭാഷയിലെ പദം നെഫിലിസ്. ഈ നെഫിലിസ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ആകെ 2 ഇടത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ നെഫിലിസിനെ ഒന്നാമത് കാണുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. എന്താണ് നെഫിലിസിന്റെ പ്രത്യേകത? നെഫിലിസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അല്ലാതെ വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം.